പോലീസിനെ ഭീഷണിപ്പെടുത്തി ഒളിവിൽ പോയതിന് പിന്നാലെ പിടിയിലായ ക്രിമിനൽ അർജുൻ ആയങ്കിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. പുലർച്ചെ 2 മണിയോടെ കണ്ണൂർ നഗരത്തിൽ നിന്ന് അഭിഭാഷക ദമ്പതികൾക്കൊപ്പം ഒളിവിൽ കഴിയുമ്പോഴാണ് ആയങ്കിയെ പിടികൂടിയത്. ഡിജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. അതിന്റെ ആദ്യ ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകരിൽ എത്തിച്ചത് റിപ്പോർട്ടറാണ്. കാണാം. അർജുൻ ആയങ്കി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തളിക്കാവിലുള്ള അപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. വൈകുന്നേരം രാത്രി 1:28 പുലർച്ചെ പോലീസ് തളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. അഭിഭാഷക ദമ്പതികൾക്കൊപ്പമാണ് അർജുൻ ആയങ്കി താമസിച്ചിരുന്നത്. ഓട്ടോയിൽ ചുടലയിലെത്തിയ ആയങ്കി പിന്നീട് നെക്സോൺ കാറിൽ യാത്ര ചെയ്താണ് അവിടേക്ക് എത്തുന്നത്. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന ചോദ്യമാണ് തളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അർജുൻ ആയങ്കി പിടികൂടിയ ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ ചോദിച്ചത്. രാത്രി താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മഫ്തിയിലെത്തിയ പോലീസ് സംഘമാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയത്. സ്റ്റേഷനിലും കൂസാതെ അർജുൻ ആയങ്കി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ്. കണ്ണൂർ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതിന്റെ ചിത്രം റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെ 2:30 അർജുൻ ആയങ്കിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് അർജുൻ ആയങ്കി ഇന്നലെ തളിക്കാവിലെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ നെക്സോൺ കാറിന്റെ ദൃശ്യമാണ്. നെക്സോൺ കാറിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ചുവന്ന നെക്സോൺ കാറിലാണ് അർജുൻ ആയങ്കി ഇന്നലെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. അപ്പാർട്ട്മെന്റിൽ എത്തുന്ന അർജുൻ ആയങ്കി അവിടെ തന്നെ കഴിയുകയായിരുന്നു. അഭിഭാഷക ദമ്പതികളാണ് ആ ഫ്ളാറ്റിൽ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത്. രാത്രി 1:25 പോലീസ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. 2 മണിയോടുകൂടി അഭിഭാഷക ദമ്പതികളോട് അറസ്റ്റ് രേഖപ്പെടുത്താൻ വന്നതാണെന്ന് അറിയിക്കുന്നു. വാറണ്ട് ചോദിച്ച അഭിഭാഷക ദമ്പതികളോട് വാറണ്ട് കാണിക്കുന്നു. ആ സമയത്ത് അർജുൻ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന ഭാഷ്യം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആയങ്കി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഉച്ചയോടെ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് സൂചന. ഒരു ഗുണ്ടയെയും വാഴാൻ അനുവദിക്കില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേൾക്കാം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. കേരളം ഗുണ്ടകളുടെ പർദീസയല്ല. കുറെ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പൊ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയെ ഇതിനിടെ കോഴിക്കോട് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആയങ്കിക്ക് വേണ്ടി അജയെ ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. അത് കരുതലാണ്. അതേസമയം CPM നേതൃത്വം അർജുൻ ആയങ്കിയെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും CPMന്റെ വലിയൊരു വിഭാഗം സൈബർ പോരാളികൾ ഇപ്പോഴും ആയങ്കിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരുകയോ പ്രോത്സാഹിപ്പിക്കുകയോ പോഴ്ത്തുകയോ ചെയ്യുന്നുണ്ട്. അർജുൻ കല്യാടും AK അഭിലാഷും TV പ്രസാദും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ, തുടർച്ചയായി പോലീസിനെ വെട്ടിലാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുന്ന വീഡിയോ സന്ദേശങ്ങളിലൂടെ ഒളിവിലിരുന്ന് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ ആയങ്കി. ആ അർജുൻ ആയങ്കിയാണ് ഇന്ന് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പിടികൂടുന്നത്. എങ്ങനെയാണ് പോലീസ് ഈ അറസ്റ്റിലേക്ക് എത്തിച്ചേർന്നത്? അർജുൻ കല്യാൺ. ഡോക്ടർ അരുൺ, കേരള പോലീസ് അർജുൻ ആയങ്കിയോട് പറഞ്ഞു, വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട. അവസാനം കൈവിലങ്ങ് അണിഞ്ഞ് അർജുൻ ആയങ്കി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. നിലവിലിപ്പോൾ സൈബർ ക്രൈം പോലീസ് അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്യുകയാണ്. അർജുൻ ആയങ്കിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ നാടകീയമായിട്ടുള്ള ചില സംഭവങ്ങൾക്കെല്ലാം ഒടുവിലാണ് അർജുൻ ആയങ്കിയെ ഏറ്റവും ഒടുവിൽ പോലീസിന് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞതെന്നുള്ളതാണ്. ഇന്നലെ രാവിലെ തന്നെ അർജുൻ ആയങ്കി കണ്ണൂരിലേക്ക് എത്തിയിരുന്നു എന്നുള്ള കാര്യം പോലീസിന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. പക്ഷേ എവിടെയാണ് അർജുൻ ആയങ്കി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ പോലീസിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. തളിപ്പറമ്പ് ഭാഗത്താണ് അർജുൻ ആയങ്കി ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ ഒരു ഹോട്ടലിൽ
മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് അവിടെ നിന്നും നേരെ ഇറങ്ങി തളിപ്പറമ്പിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ചുടല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ അർജുൻ ആയങ്കി സഞ്ചരിക്കുന്നു. ആ ഓട്ടോ ഡ്രൈവർക്ക് ചില സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ തോന്നിയിരുന്നു. പക്ഷേ അവിടെ ഈ പറയുന്ന അർജുൻ ആയങ്കി ഇറങ്ങുന്നു. തൊട്ട് ആ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഒരു ചുവന്ന നെക്സോൺ കാറിൽ അർജുൻ ആയങ്കി അവിടെ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ്. അതായത് ഏകദേശം ഒരു ഉച്ചയോടുകൂടിയാണ് ഈ ചുടല ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരുന്നത്. 3:45 3:41 തന്നെ താളിക്കാവിലുള്ള ഈ അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ ആയങ്കി എത്തുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടറാണ് ആ CCTV പുറത്തുവിട്ടത്. അതിനുശേഷം ഈ 3:41 അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുള്ള അർജുൻ ആയങ്കി ഇന്ന് പുലർച്ചെ, അതായത് ഈ പോലീസ് സംഘം ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി അർജുൻ ആയങ്കിയെ പിടികൂടുന്ന അത്രയും നേരം അവിടെ നിന്ന് പുറത്തേക്ക് എങ്ങും പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്രയും നേരം അർജുൻ ആയങ്കി അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു സുദീർഘമായിട്ടുള്ള ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. ആ വീഡിയോ ഉൾപ്പെടെ ഒരുപക്ഷെ ചിത്രീകരിച്ചത് ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാവാം എന്നുള്ള ഒരു നിഗമനം പോലീസിനുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചില വെല്ലുവിളികൾ, ചില കാര്യങ്ങൾ, അത് ഫേസ്ബുക്കിലടക്കം പങ്കുവച്ചിട്ടുള്ള ചില കുറിപ്പുകളൊക്കെ ഈ അപ്പാർട്ട്മെന്റിൽ വെച്ചാവാം അർജുൻ ആയങ്കി ഇട്ടിട്ടുണ്ടാവുക എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും നിരവധിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയതുൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ആ തരത്തിൽ ഒരു സുരക്ഷ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇതിന് ശേഷം ഇനിയിപ്പോൾ കോതമംഗലത്ത് നിന്ന് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഇപ്പോൾ തന്നെ അർജുൻ ആയങ്കിക്ക് നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെയുള്ള പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തലും ഒക്കെ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മജിസ്ട്രേറ്റിൻ്റെ വസതിയിലായിരിക്കും ഹാജരാക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനുശേഷം അവിടെ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടിയും നിർദ്ദേശത്തോടു കൂടിയും കോതമംഗലം പോലീസിന്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ പോലീസിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ കേസ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് അർജുൻ ആയങ്കിയെ കൈമാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നാടകീയമായിട്ടുള്ള സംഭവങ്ങൾക്കൊടുവിൽ അർജുൻ ആയങ്കി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അർജുൻ ആയങ്കിയെ കൈവിലങ്ങ് അണിയിച്ചിരിക്കുന്നു. അർജുൻ ആയങ്കിയെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം സ്റ്റേഷൻ്റെ മുൻവശത്ത് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ടൗൺ SHOയുടെ നേതൃത്വത്തിൽ വിന്യസിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം അല്പസമയത്തിനകം തന്നെ അർജുൻ ആയങ്കിയെ പുറത്തേക്ക് ഇറക്കാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മൊഴിയെടുപ്പ് ഒരുപക്ഷെ പൂർത്തിയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പുറമേ നിന്നുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും നാടകീയമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾക്കൊടുവിൽ